അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഇറാൻ. അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും സൈനികരുടെ താമസ സ്ഥലങ്ങൾക്കും സമീപത്ത് നിന്നും ജനങ്ങൾ കുറഞ്ഞത് 500 മീറ്റർ അകലം പാലിക്കണമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെയാണ് നിർദ്ദേശം. പശ്ചിമേഷ്യയിലെ വിവിധ US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം. അതേസമയം സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് വിവിധ നയതന്ത്ര കാര്യാലയങ്ങൾ പ്രവാസികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ഇറാനെതിരെ പുതിയ സൈനിക നടപടി ആലോചിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയേക്കാൾ വലിയ സൈനിക നടപടിയാണ് ആലോചിക്കുന്നതെന്നും അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം രാജ്യാന്തര വ്യാപാരത്തെ അനിശ്ചിതത്വത്തിലാക്കി പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചെങ്കടലിലേക്ക് കൂടി നീണ്ടതോടെ നിർണായക തീരുമാനത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ വൻ ആക്രമണം നടത്താനുള്ള തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇറാൻ ഇതുവരെ വലിയ വേദന അനുഭവിച്ചിട്ടില്ല. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ആക്രമണത്തിന് US ഒരുങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണിത്. പുതിയ നീക്കങ്ങൾ താൽക്കാലികമായെങ്കിലും സമാധാനത്തിലേക്ക് നയിക്കുമെന്നാണ് നിക്ഷേപകരുടെ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമേനി പാകിസ്ഥാനിലെത്തിയതും നിക്ഷേപകർ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇന്ത്യൻ വിപണി ക്ലോസ് ചെയ്ത ശേഷം വന്ന ഇത്തരം വാർത്തകൾ US ഓഹരി സൂചികകളെ നേരിയ തോതിൽ ഉയർത്തി. ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു. സ്വർണ്ണവിലയിൽ നേരിയ കയറ്റം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുമേൽ പുതിയ തീരുവ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ട്രംപിന്റെ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിച്ച് വ്യാപാരികൾ. നേരത്തെ ട്രംപ് ചുമത്തിയ പ്രതികാര തീരുവ US കോടതി റദ്ദാക്കിയിരുന്നു. സമാന വിധി ഇപ്പോഴത്തെ തീരുവയ്ക്കും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. താൽക്കാലികമായി ചുമത്തിയിരുന്ന 10% തീരുവയുടെ കാലാവധി അവസാനിച്ചതോടെയാണ് ഇന്ത്യ അടക്കമുള്ള 80 രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം പുതിയ തീരുവ ചുമത്തിയത്. ഫലത്തിൽ ഇന്നലെ അവസാനിക്കേണ്ടിയിരുന്ന 10% തീരുവ ഭാരം അതേപടി തുടരും. US ട്രേഡ് ആക്ടിലെ 301 വകുപ്പ് പ്രകാരം നിർബന്ധിത തൊഴിലുമായി ബന്ധപ്പെട്ടാണ് പുതിയ തീരുവ. US-യുമായി വ്യാപാര ബന്ധമുള്ള 99.4% രാജ്യങ്ങൾക്കും ഇത് ബാധകമാണ്. പശ്ചിമേഷ്യയ്ക്ക് പുറമെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും എണ്ണക്കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കടുത്ത ആശങ്കയാണ്. ഹോർമുസിൽ ഇറാനും ചെങ്കടലിൽ ഹൂതി വിമതരുമാണ് ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത്. ഇറാനിൽ നിന്നുള്ള കപ്പലുകളെ US-ഉം ലക്ഷ്യം വെക്കുന്നു. കരിങ്കടലിൽ റഷ്യയുടെ ഡാർക്ക് ഫ്ലീറ്റിന്റെ ഭാഗമായി 180 എണ്ണച്ചരക്കു കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് യുക്രൈനും പറയുന്നുണ്ട്. യുക്രൈനുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ റഷ്യയും ആക്രമണം നടത്തുന്നുണ്ട്. വിവിധ മേഖലകളിൽ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ക്രൂഡ് ഓയിൽ വിപണിയിലും രാജ്യാന്തര വ്യാപാരത്തിലും വലിയ ആഘാതം ഉണ്ടാക്കുമെന്നും വിദഗ്ധർ പറയുന്നു. നിലവിലെ സ്ഥിതി തുടർന്നാൽ ക്രൂഡ് ഓയിൽ വില 2008 രേഖപ്പെടുത്തിയ ബാരലിന് $148 എന്ന വില കടന്നു കുതിക്കാനുള്ള സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.